ഹായ് ഗായ്സ്, ട്രിവാൻഡ്രം കനോക്കുന്നിൽ നടക്കുന്ന എസ്ക്ലേറ 2026 വിമൻസ് ഫെസ്റ്റിവൽ കാണാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത് അറിയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ്റും വിമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും സൗജന്യമായിട്ടാണ് പ്രവേശനമൊക്കെ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫെസ്റ്റിന് ഏകദേശം 150ഓളം സ്റ്റാളുകളും ഉള്ളിൽ വേറെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ലൈറ്റ്സും ഒക്കെ കണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കലാകാരന്മാരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ലേറ്റായിപ്പോയി കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരാളുടെ കൂടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ നടക്കുമായിരുന്നു. മെയിനായിട്ട് ഇവിടുത്തെ മ്യൂസിക്കൽ ഷോ കാണാനാണ് കേട്ടോ ഞാൻ വന്നത്. ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ അപ്പോൾ ഇവിടെ സിംഗർ റിമി ടോമിയും അവരുടെ സംഘവും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ മ്യൂസിക്കൽ ഷോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വന്നത് മെയിനായിട്ട് എനിക്ക് റിമി ടോമി ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണ് കേട്ടോ. അവരുടെ പ്രോഗ്രാമൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഞാൻ നേരിട്ട് വന്ന് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വന്നവരെല്ലാം തന്നെ നല്ലപോലെ എൻജോയ് ചെയ്തു. വനിതാ സംരക്ഷണ പങ്കെടുപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കനകക്കുന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇത്ര ഗംഭീരമാക്കിയത്. ഇതിന്റെ പിന്നിൽ ഉറപ്പിച്ച നമ്മുടെ എസ്കലേറ വിമൻ ഫെസ്റ്റ് 2026 ഒരു ഗംഭീര കയ്യടി. അപ്പോൾ ഗൈസ്, നല്ല അടിപൊളി ഒരു മ്യൂസിക്കൽ ഷോ ആയിരുന്നു. റിമി ടോമിയുടെ നല്ല അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു എനർജി പാക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടുത്തെ 150ഓളം സ്റ്റാളുകളുണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി പോവുകയായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ നടത്തുന്ന സ്റ്റാളുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പല ഭാഷക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഓരോ എക്സിബിഷനായിട്ട് വെച്ചിട്ടുള്ളത്. ഫുഡ് ഐറ്റംസും ഡ്രസ്സും ഓർണമെൻറ്റ്സും അങ്ങനെ പല കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പല സ്റ്റാളുകളും ക്ലോസ്ഡ് ആയിരുന്നു ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു തേൻ നെല്ലിക്ക വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് കഴിക്കുന്നത്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു.
അപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപയൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ കുറച്ച് ടോയ്സൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൾ കണ്ട്, വുഡൻ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നടക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നേരെ ഫുഡ് കോർട്ടിലാണ് പോയത്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പാഴ്സൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.